ഞാൻ ഒരു ധാരണ പോണം. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും, കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. രക്ഷ ഒന്നേ ഉള്ളൂ, അതാ പൊതുവിലുള്ള രക്ഷ. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ ഒന്നും രക്ഷപ്പെടത്തില്ല. രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുകുലത്തിന് രക്ഷ. അത് യൂദാ സ്ഥാപിച്ചു, പൊതുവിലുള്ള രക്ഷ. ഓടിച്ചു പറയാം. ഇനി ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, ഈ വേദപുസ്തകം നിങ്ങൾക്കറിയാം, ഈ 66 പുസ്തകം എഴുതിയത് ഏതാണ്ട് 40 എഴുത്തുകാർ ചേർന്ന, അതെല്ലാവർക്കും അറിയാം, 40 എഴുത്തുകാർ. പക്ഷേ ഈ ലേഖനത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റുകാരുടെ തള്ളിക്കളയരുത്. 40 എഴുത്തുകാർ ചേർന്ന യൂദയുടെ ലേഖനം എഴുതിയ, പക്ഷേ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 മാർമിക വിഷയം യൂദായ്ക്കാണ് വെളിപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഒന്ന് മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച കാര്യം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. 2, നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യമാ ഹാനോക്ക് പ്രവചിച്ച വിഷയം. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ച വിഷയവും മോശയുടെ ശരീരത്തിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. ആമേൻ. യൂദായ്ക്കായി കാര്യം വെളിപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഇനി മാത്രമല്ല, ലേഖനത്തിന് നിങ്ങൾ 25 വാക്യം ഒന്ന് ഓടിച്ച് പഠിച്ചാൽ ഈ 3ന്റെ ഒരു കണക്ക് അവിടെ കിടപ്പുണ്ട്. 3കളുടെ കണക്കുണ്ട്. 1-ാം വാക്യം വായിച്ച ദൈവദാസനെ, 1-ാം വാക്യം 3ന്റെ ഒരു കണക്ക്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക. അടുത്തത് ഇരിക്കുന്നവരായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, വിളിക്കപ്പെട്ടത്. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 പദമാണ്. ഇനി 5, 6, 7 തിരുവെടുത്ത് പഠിക്കുമ്പോൾ 3 സംഭവങ്ങൾ നിരത്തുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ മക്കളുടെ ചരിത്രം 1, 2 പാപം ചെയ്ത ദൂതന്മാരുടെ വിഷയം, 3 സൊദോമിൽ ദൈവം ന്യായം വിധിച്ച വിഷയം. 3 തെളിവുകൾ നിരത്തുക. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് അവിടെ 3ന്റെ കണക്കാണ്. ഇനി ഒരു 3 വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട്. അത് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴി, ഒന്ന് കയ്യിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ. പിന്നെ 3 കോരഹിന്റെ മത്സരം. 3 പേരെ അവിടെ പരാമർശിക്കുന്നു. 1 കയീൻ, 2 ബിലയാം, 3 കോരഹ. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കയ്യിന്റെ വഴി മറ്റൊന്നുമല്ല, സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാന്ന. സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാം. ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും. അതിലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിലത്തിലെ അനുഭവത്തിൽ നിന്നാ. കാച്ചിലും ചേനയും അരിയും നെല്ലും പൊരിയും മലരും തേങ്ങാക്കൊലയും മുഴുത്ത വെട്ടിയേമ്പും ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാം. നല്ലല്ല, ഒരു കുഞ്ഞാട് യാഗമായി അറക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന്. കയ്യിന്റെ വഴിയല്ല, ഭൗതികം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാന്ന്. കാശ് കൊടുത്ത് ഉറക്കത്തിൽ പോകാൻ നടക്കുകയല്ല. പിന്നെ ബിലയാമിന്റെ വഞ്ചന, ദുരുപദേശം, അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ കോരഹിന്റെ മത്സരം, അത് ശുശ്രൂഷ മത്സരം. വോട്ട് ഇലക്ഷനും നേരായ മാർഗത്തിലാണ്, കുഴപ്പമില്ല. ചെളിവാരി എറിഞ്ഞും കുതികാല് വെട്ടിയും അവനിട്ട് ടോർപ്പിട വെച്ചും ഫേസ്ബുക്കിലും കുന്തത്തിനകത്തും എല്ലാം എഴുതി അവനെ തകർത്ത് നശിപ്പിച്ചും ഗുണ്ടകളെ ഇറക്കിയും പോലീസിന് കാശ് കൊടുത്തും മട്ടാഞ്ചേരിയിൽ നിന്നും, പിന്നെ ഇവിടെ വേറെ സ്ഥലം മറന്നുപോയി, അവിടുന്ന് ഇവിടുന്നൊക്കെ ആളിനെ ഇറക്കി സ്ഥാനമാനം പിടിച്ചടക്കുന്ന കോരഹിന്റെ പണി. ദൈവം നിന്നെ ന്യായം വിധിക്കും. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ 3 കാര്യമായിട്ട് അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ വരികയില്ല. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ. ഇനി ആ 18-ാം വാക്യം 19-ാം വാക്യം വായിച്ചു. അവിടെ ഒരു 3 കാര്യം. 19 അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവിടെ 3 കാര്യം പറഞ്ഞിരിക്കുക. ഭിന്നത ഉണ്ടാക്കുന്നവര്, പ്രാകൃതന്മാർ. അപ്പൊ ഈ 3 പ്രയോഗമുണ്ട് ഇതിനകത്ത്. ഇനി ഒടുവിൽ ഈ ലേഖനം നിർത്തുമ്പോൾ 3 പ്രത്യേക പദം പറഞ്ഞിട്ടുണ്ട്. 24, 25. വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനും തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. 3 പദം. സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലം. അവിടെ 3. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റി ആഴമേറിയ ലേഖനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല, ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നിത്യത എന്ന പദം മറ്റ് ലേഖനത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ആ വായിച്ച വാക്യത്തിൽ നിന്ന് കേട്ടല്ലോ, സദാകാലത്തിന് മുമ്പ്, സർവകാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ സദാകാലത്തോളം. അപ്പം നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ കാരണം
നിത്യത എന്ന പദമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യത എന്തുവാന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം ആമൻ വെളിപ്പാട് പുസ്തകമാണ്. ഒരു കാര്യം പ്രത്യാശയ്ക്കായിട്ട് ഒതുക്കി പറയട്ടെ, ആമൻ നാം നിത്യതയിലെത്തണം. നിത്യതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, നിത്യതയ്ക്ക് തടസ്സം വരുത്തുന്ന, നിത്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിലും ഞാനും നിങ്ങൾ ഉൾപ്പെടരുത്, ഏർപ്പെടരുത്. അതിനൊഴിഞ്ഞു മാറി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലാക്ക് ആമൻ നിത്യതയിലെത്തുക എന്നുള്ളതാണ്. അതെ, ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ ലേഖനം വളരെ ആഴമേറിയ ഈടുറ്റ ലേഖനമാണ്, യൂദയുടെ ലേഖനം. ഇനി ഈ രക്ഷ, പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതാനാ തുനിഞ്ഞെങ്കിലും രക്ഷയെപ്പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിന് കണ്ണനം കൊടുക്കണം. അതാ ലേഖനകർത്താവ് ഉദ്ദേശിച്ചത്. 3-4 വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-4. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഓടിച്ച് പറയട്ടെ, ഞാനും നിങ്ങളും പോരാടേണ്ടത് വിശ്വാസത്തിന് വേണ്ടി. ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസം. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശവും വിശ്വാസവും അല്ല. വെളിനാട്ടിലൊന്ന് പോയിച്ച് വരുമ്പോൾ മാറ്റുന്ന ഉപദേശം അല്ലിത്. അവിടെ എവിടെയും പോയി അന്തും ഇന്തും എല്ലാം കണ്ടേച്ച് മാറ്റുന്ന ഉപദേശം അല്ലിത്. ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസമാണ്. സ്തോത്രം. പണ്ട് ആകാശ ഉപദേശം ഒന്ന് മാറ്റി, പ്രമാണം ഒന്ന് മാറ്റി, എന്ത് പ്രയാസമുണ്ടായി. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ ആ കാര്യം അതുകൊണ്ട് പറഞ്ഞ് ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. ആകാശന്റെ ഘടികാരം എന്നൊക്കെ യശയ്യാ 38 പരാമർശമുണ്ട്. ഇവൻ തിക്കളത്ത് വിലേസറിന് കപ്പം കൊടുത്തേച്ച് കാശുമെല്ലാം കൊണ്ട് കൊടുത്ത് തിക്കളത്ത് വിലേസറിന് കപ്പമെല്ലാം കൊടുത്ത് അവിടെ തിക്കളത്ത് വിലേസറിനെ കാണാനായിട്ട് ദമ്മേശക്ക് ചെന്നപ്പോൾ അവിടെ ഒരു വലിയ മുഴുത്ത ബലിപീഠം. പുള്ളി അത് കണ്ടേച്ച് അതിന്റെ മാതൃകയിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി. തൻ്റെ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഒന്ന് ഊരിയ പാസ്റ്ററാണോ, ഊരിയ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ ഇതുപോലെ ഒരെണ്ണം പണിത് വെച്ചേക്കണമെന്ന്. ആ വാക്യം ഒന്ന് വായിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10:16 എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നു. രാജാക്കന്മാർ 2-ാം പുസ്തകം 10:16 ആണോ? ഒന്ന് നോക്കിക്കേ. നീ എന്നോട് കൂടെ വന്ന് യഹോവയെ കുറിച്ച് 16:10 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16:10. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മേശക്കിൽ ചെന്നു. ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. അവിടെ ഇവിടെ അതിവിധം കാണും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അതിവിധം കാണുമെന്ന്. അതൊന്നും ഇതിനകത്ത് കൊണ്ട് കയറ്റരുതെന്നാ പറഞ്ഞതിന്റെ ആശയം. ദമ്മേശക്കിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ആകാശ രാജാവ്. സ്തോത്രം. പുള്ളിയുടെ അപ്പനെ പറ്റിയൊക്കെ അറിയാമല്ലോ. സ്തോത്രം. യോധ, അയാൾ പള്ളി കയറാത്തവനായിരുന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി അറിയാവുന്ന പള്ളി വെച്ച് വഴക്കുണ്ടാക്കുന്നവനായിരുന്നു. ഉസിയാവ്, യോധ, ആകാശ്. ഈ ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചവനാ. അത് പൂട്ടി, പള്ളി പൂട്ടിയവനാ. പള്ളി പൂട്ടിയെങ്കിലും പുള്ളി രമേശൊക്കെ ചെന്ന് ബലിപീഠം കണ്ടപ്പോൾ പുള്ളിക്ക് ഇളക്കം. ഈ ലോക്കൽ സഭയിൽ അടി ഉണ്ടായിട്ട് വേറെ സ്ഥലത്ത് പോയി ആത്മാവിലാകുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ലോക്കൽ സഭയിൽ മറ്റവന്റെ കൊങ്ങാക്കി പിടിച്ച് അവനെ തത്തിച്ചേച്ച് അപ്പുറേ പോയി. മനസ്സിലാക്കാതിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ആദ്യം സാക്ഷ്യത്തോടെ ലോക്കൽ സഭയിൽ നിൽക്കണ്ടേ? വേണ്ടേ? ലോക്കലിൽ അടി ഉണ്ടാക്കി നീ സെൻട്രലോട്ട് പൊട്ടനെ എടുക്കാനാ? നീ അവിടെ ചെന്നാലും അവിടെ മുടിഞ്ഞു പോകുകയുള്ളൂ. ആദ്യം നിൽക്കുന്നിടത്ത് മാതൃകയോടെ നിൽക്കണ്ടേ? മിണ്ടുന്നില്ലല്ലോ. ഇനി എന്നെ മിണ്ടാനാ? സ്തോത്രം. ഇവനോട് പള്ളി പൂട്ടിയവനാ. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പള്ളി പൂട്ടിയെന്നാന്നല്ലോ 28:24 പാസ്റ്റേ? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28:24 ഒന്ന് വായിച്ചേ. അവിടെ അല്ലേ പള്ളി പൂട്ടിയെന്ന്? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28:24 വായിച്ചേ. ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പള്ളി പൂട്ടിയവനാ. ലോക്കൽ സഭയെ കേസ് നടത്തി. ലോക്കൽ സഭയിലെ പാസ്റ്റർക്കെതിരെ കേസ് കൊടുത്ത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ലോക്കൽ സഭയിൽ അടിയുണ്ടാക്കി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിക്കേണ്ട ഒരു കാര്യമോ? ഇന്ന് തന്നെ വിളിച്ചെങ്കിലേ ഒക്കുള്ളൂ. ലോക്കലിൽ അടിയുണ്ടാക്കി നീ സെൻറ്ററിൽ പോയി എന്നാ മറുഭാഷ പറയാനാ? ദൈവത്തിന് മഹത്വം. ഇവിടെ നിരപ്പാകണ്ടേ? ആദ്യം ഇവിടെ നിരപ്പാകണ്ടേ? ഇവിടെ ക്ഷമ പറയണ്ടേ? ഇവിടെ കൈ കൊടുക്കണ്ടേ? സ്തോത്രം. അവന്റെ ഭാഗത്തായിരിക്കും തെറ്റ്. നീ ദൈവവൈതലാണെങ്കിൽ നീ ആദ്യം ചെന്ന് ക്ഷമ പറയണം. അല്ല വേറെ പുസ്തകത്തിന്റെ പ്രമാണം. ചില ആൾക്കാർ പതിവില്ലാതെ ചില സഭയിൽ ചെല്ലി നമ്മളൊക്കെ വന്നേ ഉള്ളൂ. അവിടെ കുരുക്കൊപ്പിച്ചായി വന്നേ. നമ്മുടെ വിഷയമല്ല വിട്ടാക്കാൻ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്? ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ച് പള്ളി പൂട്ടിയവനാ. പക്ഷെ ഇവൻ ദമ്മേശക്ക് ചെന്ന് തിക്ലത്ത്-പിലേസറിനെ കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ട്. അത് കണ്ടപ്പോൾ പുള്ളിക്ക് ഇളക്കാം. വായിച്ചോ ഇനി.
വായിച്ചോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 മുതൽ താപോട്ടെ. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്-പിലേസറിന്റെ എതിരേൽപ്പാൻ ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന് ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ചുരുക്കി പറഞ്ഞാൽ ദമ്മേശക്ക് ചെന്ന് അവിടുത്തെ ദമ്മേശക്കാരുടെ ബലിപീഠം എല്ലാം കണക്കാണ്. പുള്ളിക്കിളക്കം പുള്ളിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ, ഇപ്പോഴത്തെ രീതി വെച്ചാൽ വാട്സപ്പിൽ ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു. ഊരിയ പാസ്റ്ററെ ഞാനിപ്പോൾ ദമ്മേശക്കിൽ ഉണ്ട്, ലൈവിൽ കണ്ടിട്ടില്ലേ, ഇതാണ് ഇവിടുത്തെ യാഗപീഠം. എന്നെ പാസ്റ്റർ വണ്ടർഫുൾ, ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? ഉടനെ പുള്ളി പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പം ഇതുപോലെ അവിടെ പണിതേക്കണമെന്ന്. നമ്മുടെ അവിടെ ഉരിയ പുരാതനം പറഞ്ഞു നമുക്ക് പ്രമാണമില്ല. നമ്മൾക്കൊക്കെ പ്രമാണം എന്നാണെന്നറിയാമോ? നമ്മുടെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ ദൈവം തമ്പുരാൻ പർവ്വതത്തിന്റെ മുകളിലോട്ട് വിളിച്ചു കയറ്റി മാതൃക അവിടെ കാണിച്ചു കൊടുത്തു. ആ മാതൃക പോലെ പണിത യാഗപീഠമാണ് നമുക്കുള്ളത്. മറ്റൊരുത്തന്റെ യാഗപീഠത്തിന്റെ മാതൃക ഇതിനകത്ത് കയറ്റാൻ നമുക്ക് വ്യവസ്ഥയില്ല. പിന്നെ കാശും ആൾബലവും പൊളിറ്റിക്കൽ ബലവും സാമുദായിക ബലവും ചില കാശുമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ വരുന്നതിന് മുന്നേ പാസ്റ്റ് പണിതില്ലേ, പാസ്റ്റ് ഈ വർഷവും കൂടെ ഇരുത്തോളൂ, ഇല്ലെങ്കിൽ അന്നേരം തന്നെ പാസ്റ്റ് കൊടുത്ത് ദൈവമേ അച്ചായം പറഞ്ഞ അനുസരിച്ചേക്കാം, ഇല്ലെങ്കിൽ പാസ്റ്ററുടെ ഭാര്യയും പറയാം നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പണിത് വെക്കുക, നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്ക്, നിങ്ങൾ ഇവനെ എല്ലാം നന്നാക്കാൻ പോയാൽ ഞാനും കൊച്ചുങ്ങളും പരിപാടി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? പറ ഞാൻ ഇന്നത്തെ ഏനക്കേടാ, നിങ്ങൾ ഞങ്ങളെ അങ്ങ് നന്നാക്കിയാൽ മതി, ഇവനെ എല്ലാം നന്നാക്കാൻ പോയാ. ചുരുക്കി പറഞ്ഞാൽ ജാതികളുടെ മര്യാദ പോലെ ഇവിടെ കൊണ്ട് പണിതെന്ന്. അതാ ഞാൻ പറഞ്ഞ വിഷയം അധികം വിവരിക്കുന്നില്ല. മറ്റുള്ളതൊന്നും ഇതിനകത്ത് കൊണ്ട് ചെലുത്തരുത്. നമുക്കൊരു പ്രമാണം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്, ഇതിനായ ഒന്നും വരുത്തരുത്. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസ പ്രമാണം ഒരിക്കലായി തന്നതാ. ആഴ്ചയിലോ മാസത്തിലോ ആണ്ടിൽ മാറ്റുന്നതല്ല, ഇതെന്തേക്കും സ്ഥിരമായ പ്രമാണം. അപ്പൊ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിനായി ലേഖനം എഴുതിയത്. ഇനി ഞാൻ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം, ഇല്ലെങ്കിൽ ഒക്കത്തില്ല, മറ്റു കാര്യത്തിലോട്ടൊന്നും പോകുന്നില്ല. വായിച്ച കുറുവാക്യം വായിച്ചോ 14-15 പെട്ടെന്ന്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത നന്നായി വായിച്ചു തരുന്നു, നന്ദിയുണ്ട്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അതിനാ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം നിങ്ങൾക്കറിയാം. ഏഴാമനായ ഹാനോക്ക്. കാരണം ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. അതിനങ്ങനെ പറയുന്നത് എന്തേലും ഒന്ന് പറയണ്ടേ, അങ്ങനെ ഇന്നോട്ടെന്നായിരിക്കും. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. അതിനങ്ങനെ പറഞ്ഞേ മുന്നേറ്റത്തിനുണ്ട്. അപ്പൊ ഏഴാമനായ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം ഹാനോക്ക് ഒന്നല്ല. എത്ര ഹാനോക്കുണ്ട്? യേശാസ് എത്രയാണ് പറഞ്ഞേ? 2. യേശാൻസിന് 2 ഇരിപ്പുണ്ട്. അരിയുടെ എത്ര എണ്ണം ഉണ്ട്? എത്ര ഹാനോക്ക് ഉണ്ടെന്ന്? ഏഴാമനായ ഹാനോക്ക്. PIP അംഗങ്ങൾ പറ. അവരുടെയും കൂടെ അവര് കനിഞ്ഞതും കൊണ്ടും കൂടെ ആണല്ലോ എന്നെ ഇങ്ങോട്ട്. ഹാനോക്ക്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അതറിയാമായിരുന്നെ തന്നെ വിളിക്കുമായിരുന്നു, അത് പറയാനില്ലോ തന്നെ വിളിച്ചേ. നിങ്ങൾ പറയുന്നില്ലെങ്കിൽ മുഖം കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഏഴാമനായ ഹാനോക്ക്. ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം യേശുദാസ് 2 പേരുടെ പേര് 2 ഹാനോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയുണ്ട്? ഈ വേദപുസ്തകം പഠിച്ചാൽ, ഞാൻ വേദപുസ്തകം ധ്യാനിച്ചപ്പോൾ 1 കൂടുതൽ ഹാനോക്കുണ്ട്. 1-ാമത്തെ ഹാനോക്ക് ഇപ്പം വായിച്ച യൂദകളുടെ ലേഖനത്തിൽ 7-ാമൻ ഹാനോക്ക്. 7-ാമൻ എന്ന് പറയാൻ കാര്യം ആദാം മുതൽ എണ്ണിയാൽ 7-ാം തലമുറക്കാരൻ ഹാനോക്ക്. ആദാം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹാനോക്ക്. പിന്നെ മധൂശലേഖ്, ലാമക്ക്, നോഹ. അങ്ങനെ ആ തലമുറ 7-ാമൻ ഹാനോക്ക്. എന്നാൽ വേറൊരു ഹാനോക്കുണ്ട്. അങ്ങനെ ഞാൻ പറയുന്ന 3-ാമൻ ഹാനോക്ക. 4:16 വായിച്ചോ. ഉൽപ്പത്തി 4:16. ആണ്ട് ഇടതുവശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചോ 4:16. അങ്ങനെ കയ്യിൽ നോവോടെ തന്നെ പാർത്ത് കയ്യിൽ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചെന്ന അർത്ഥം. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അതിനാ പുള്ളിയോട് താല്പര്യമില്ല ഉറക്കെ വായിക്കത് ഹാനോക്ക് എന്നുള്ളത്. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ആ ഹാനോക്കിനോട് വലിയ താല്പര്യമില്ല. ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആ കയ്യിന്റെ ഭാര്യ ഗർഭവതിയായി ഒരു മകനെ പ്രസവിച്ചു. അവന്റെ പേര്
ഹാനോക്ക്. അത് ആദാം, കയീൻ, ഹാനോക്ക്, മൂന്നാമൻ. അതുകൊണ്ടാ പറ ഏഴാമൻ എന്ന് കൊടുത്തേക്കുന്നത്. യേശാസ് 2 പറഞ്ഞ, ഒന്നുകൂടെ തരാം, വെറുതെ ഇരിക്കല്ലയോ. വേറൊരു ഹാനോക്ക് നിങ്ങൾക്കറിയാം, വേദപുസ്തകം ഗോത്രപിതാവാകുന്ന യാക്കോബ്. അബ്രഹാമിനെ പറ്റി ഒരു പരാമർശമുണ്ട്, ഗോത്രപിതാവെന്ന്, അതവിടെ നിൽക്കട്ടെ. ഈ ഗോത്രപിതാവാകുന്ന യാക്കോബിന് കലാപൂല് പോലെ 12 ആൺപിള്ളേര്. അതിൽ മൂത്തവൻ രൂബേൻ, ലേയായി കൂടി ജനിച്ച ആദ്യത്തെ കുട്ടി. ആ രൂബേന്റെ മക്കളിൽ മൂത്തവൻ ഹാനോക്ക. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആദ്യം വായിക്കുക. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന്. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. ഇസ്രായേലിന്റെ ആദ്യജാതനാകുന്ന രൂബേന്റെ പുത്രന്മാർ. അവനാണല്ലോ ആദ്യജാതൻ. പിന്നെ അവൻ തന്നെ അപ്പന്റെ കിടക്കെ അശുദ്ധമാക്കിയെന്നൊക്കെ വാക്യമുണ്ട്. ഇവനൊരു മകൻ ജനിച്ചു. 3-ാം വാക്യം 3. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അടുത്തത് ഹാനോക്ക്. അപ്പൊ ഒരു ഹാനോക്ക് കൂടെ വന്നു. അപ്പോൾ ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മൂത്ത മകനാകുന്ന രൂബേന്റെ ആദ്യത്തെ മകൻ, അവന്റെ പേരും ഹാനോക്ക്. 3 പോരെ? ഒന്നുകൂടെ തരാം, ഒന്നുകൂടി ഇരിക്കട്ടെ. വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഈ അബ്രഹാമിന്റെ ആദ്യത്തെ മകൻ ഇശ്മായേല്. വാഗ്ദത്ത സന്തതി 2-ാമത്തേതാണേലും വാഗ്ദത്ത സന്തതി ഇസഹാക്ക്. ഇശ്മായേലേക്ക് ഹാഗരിൽ കൂടി ജനിച്ചു, ഇസഹാക്ക് സാറായിൽ കൂടി ജനിച്ചു. എന്നാൽ അബ്രഹാമിന് വേറൊരു ഭാര്യ, പഴയ നിയമ പ്രമാണമാ, കെതൂറായിക്ക് 5-6 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 4-ാമത്തവൻ മിദ്യാൻ. 5 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 3-ാമത്തവൻ ഒരു ഹാനോക്ക്. ഉൽപ്പത്തി 25:1 പെട്ടെന്ന്. ഉൽപ്പത്തി 25:1 പെട്ടെന്ന് വായിച്ചു. അബ്രഹാം വേറൊരു ഭാര്യയെ അബ്രഹാമിന്റെ വേറൊരു ഭാര്യയാണ് കെതൂറ എന്ന പേര്. സിമ്രാൻ, യോഗ്ലാൻ, മേദാൻ, മിദ്യാൻ, ഇശ്ബാക്, ശൂബക് എന്നിവരെ പ്രസവിച്ചു. അപ്പോൾ അവിടെ 4-ാമത്തെ ചെറുക്കനാണ് മിദ്യാൻ. വായിച്ചെന്നേ ഉള്ളൂ, എണ്ണിയില്ല. 4-ാമത്തവൻ മിദ്യാൻ. ഈ മിദ്യാൻ 5 പിള്ളേരിൽ 3-ാമത്തവൻ ഹാനോക്ക്. അതിന്റെ 4-ാം വാക്യം വായിച്ചേ. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പൊ കണ്ടോ, മിദ്യാന്റെ പുത്രന്മാർ, 3-ാമത്തവൻ ഹാനോക്ക്. ഇപ്പൊ എത്ര ഹാനോക്കായി? ഈ ക്യാമ്പിന് 4 പോരെ? വേണേ ഒന്നുകൂടെ തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞ അത് നമ്മുടെ വിഷയമല്ല. ഹാനോക്ക് പലതുണ്ട് വേറെ പുസ്തകത്തിൽ. അത് തെറ്റിദ്ധരിക്കാതിരിക്കാനാ യൂദാ പറഞ്ഞിരിക്കുന്നത് 7-ാമനായ ഹാനോക്ക്, 7-ാം തലമുറക്കാരൻ ഹാനോക്ക്. ആ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? എന്താ പ്രവചനത്തിന്റെ പ്രധാന വിഷയം? എന്താ? എല്ലാം വിസ്തരിച്ച് പോകാൻ സമയം എടുക്കുന്നില്ല, നിങ്ങൾക്ക് പോകണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം എടുക്കും. ഞാൻ ഇച്ചിരി സമയം കൂടുതലെടുത്താൽ ആരും അങ്ങനെ എതിര് പറയത്തില്ലെങ്കിലും ചിലർ പ്രാകും. ചില പറയാം അയാളുടെ തൊഴിലാതാന്ന് പറയും. അപ്പം അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ഓടിച്ച് ചില കാര്യം പറയാം. 7-ാമനായ ഹാനോക്ക്, ഈ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആദമിന് 2 വംശത്തിനാ തലമുറ. ഇവിടെ 7-ാമൻ ഹാനോക്കിന്റെ കാലത്ത് തന്നെ അപ്പുറം ഒരു 7-ാമൻ ലാമേക്കുണ്ട്. അത് കയീന്റെ സന്തതികളാ. വായിച്ചേ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ ഓടിച്ച് വായിക്കാൻ മുമ്പേ വായിച്ചതാ. അങ്ങനെ കയീനെ കോവയുടെ തന്നെ വിട്ടുപുറപ്പെട്ട് ഏതിനെ കിടക്ക് നോർദേശത്ത് എന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യമായിട്ട് ജീവിതം ആരംഭിച്ചോൾ മകനെ പ്രസവിച്ചു. ഹാനോക്കിന്റെ മകൻ ജനിച്ചു ഈരാദ്. വായിച്ചേ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് അത് വായിക്കേണ്ടത് ഈരാദിന്റെ മുതൽ ഇങ്ങോട്ട് വായിക്കുക. സമയം പോകുന്നു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. ഒന്നുകൂടെ വായിച്ചേ. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥുശയേലിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ചു. അപ്പോൾ 7-ാമനായി 7 ആദാ, കയീൻ, ഹാനോക്ക്, ഈരാദ്, മെഥൂശയേൽ, ലാമേക്ക്. 7-ാമൻ. ഇനി ആദമിന് ശേത്തിൽ കൂടെ ജനിച്ച 7-ാമനാണ് ഈ നമ്മുടെ വായിച്ചത് ഹാനോക്ക്. അത് 5-ാം അധ്യായത്തിന്റെ മുകളിൽ ചെറിയൊരു കണ്ണികയുണ്ടല്ലോ. 4-ന്റെ ഒടുവിൽ ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പൊ ഇത് നല്ല തലമുറയാ, ഗുണപ്പെട്ട തലമുറ. എല്ലാം വ്യാഖ്യാനം. അപ്പോൾ അത് ആദാ, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്. 7-ാമൻ. മറ്റേ തലമുറ ഗുണം പിടിക്കാത്തതാ, കയീൻ്റെതാ. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 കയീൻ ദുഷ്ടനിൽ നിന്ന്
അപ്പൊ ഗുണമല്ലാത്ത ഏഴാമൻ ലാമെക്കും. അപ്പോൾ ഏഴാമൻ ലാമെക്കും ഇപ്പറ ഏഴാമൻ ഹാനോക്ക്. ഈ ഏഴാമനാകുന്ന ഹാനോക്ക് പ്രവചിച്ചു എന്നാണ് യൂദാ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുവാണ് ഹാനോക്ക് പ്രവചിച്ചത്? എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല, ഒറ്റവാക്കി പറയാ. ഹാനോക്കിനെ പറ്റി പറയുന്നത്, ഒന്ന് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, 2 ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്, 3 മരണം കാണാത്ത ഹാനോക്ക്, 4 എടുക്കപ്പെട്ട ഹാനോക്ക്, 5 അവൻ സ്വന്തം വിശ്വാസമുള്ള ഹാനോക്ക്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ ഹാനോക്കിന്റെ ഒരു പ്രത്യേകത, ഇവൻ പ്രവചിച്ചത് എന്താ? തനിക്ക് 65-ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് മെഥൂശാലേഖ്. ഈ മെഥൂശാലേഖ് എന്ന വാക്കിന് ഒരർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, പഠിതാക്കൾ പറയുന്നത്, അവൻ നോഹയുടെ കാലത്ത് വരാൻ പോകുന്ന ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ആ വരാൻ പോകുന്ന ജലപ്രളയം കണ്ടു. ആ സമയത്ത് ആ മെഥൂശാലേഖ് ജനിക്കുന്നത്. അപ്പോൾ പേരിട്ടത് മെഥൂശാലേഖ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷമായിരിക്കും ആ വെള്ളപ്പൊക്കം സംഭവം നടക്കുന്നത്. ഹാനോക്കിന്റെ ചിന്ത, ആ വെള്ളപ്പൊക്കത്തിൽ ഞാനും എൻ്റെ സന്തതിയും പെട്ടുപോകരുത്. 2, യൂദാ പറയുക, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നുവെന്ന കാര്യം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. എൻ്റെ ഭാഷ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ പ്രത്യക്ഷതയെ പോലും ആരും കാണാതിരിക്കുന്ന കാലത്ത് ഹാനോക്ക് ക്രിസ്തുയേശുവിൻ്റെ 2-ാം വരവിൻ്റെ 2-ാം ഘട്ടം ആത്മാവിൽ കണ്ടു. ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, മറ്റു കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളും കാണേണ്ട ഒരേ ഒരു വ്യക്തി, അറിയേണ്ട ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെ പറ്റി പോലും ആരും അറിയാതെയും പറയാതിരുന്ന കാലത്ത് ഹാനോക്ക് ക്രിസ്തുയേശുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം ആത്മാവിൽ ദർശിച്ചു. ഈ ഹാനോക്കിനെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. ഹാനോക്കിന് മുൻപും പിൻപും ആയുസ് ഒത്തിരി ഉണ്ടായിരുന്നു. തൻ്റെ അപ്പന് നല്ല ആയുസായിരുന്നു, മകന് നല്ല ആയുസാ. ഹാനോക്കിന്റെ മകൻ എത്ര വയസ്സായിരുന്നു? 960 വിടുക്കൻ. ഹാനോക്കിന്റെ അപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നേ? ഹാനോക്കിന്റെ പിതാവിന് എത്ര വയസ്സുണ്ടായിരുന്നെന്ന്? ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കരുത്. 982 62 62 തെറ്റിയോ? അപ്പൊ ഹാനോക്കിന്റെ പിതാവിന് 962, തന്റെ മകന് 969. പക്ഷെ ഹാനോക്കിനോ 365. അതന്നെ നമ്മൾ പറയത്തില്ല, അയ്യോ ആ ചെറുക്കൻ ചെറുപ്പത്തിലേ അങ്ങ് പോയി. അവൻ്റെ അപ്പനും നല്ല പ്രായത്തിലിരുന്നു, അവൻ്റെ മകനും നല്ല, ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം പ്രായം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ചൻ മാത്രം ഇത്ര ചെറുപ്പത്തിൽ. അല്ല, ചില ചിന്തകളുണ്ട് ചിലർക്ക്. അതിനൊരു മറുപടി എന്ന നിലയിൽ വചനത്തിൽ നിന്ന് പറയാം. നമുക്ക് ആ ചിന്തയുണ്ടല്ലോ, 365 ദിവസം. ഞാനും നിങ്ങളും ആ കാലത്തുണ്ടായിരുന്നേ. നമ്മൾ പറയും, അയ്യോ ഹാനോക്ക് കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നല്ലൊരു ചെറുക്കനാ, മറ്റുള്ള പിള്ളേരെ പോലല്ല 300 കൊല്ലം ദൈവത്തോടു കൂടെ നടന്നൊരു മര്യാദക്കാരൻ കൊച്ചനാ. മര്യാദ കത്തവന്മാർ ഒത്തിരി ഉണ്ട്, പക്ഷേ ഈ മര്യാദക്കാരൻ അങ്ങ് പോയല്ലോ. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. പെരയ്ക്ക് ഒരുത്തൻ തീ വെച്ചപ്പോൾ ചോദിച്ചു, എൻ്റെ ദൈവമേ പെരയ്ക്ക് വീട്ടിൽ മര്യാദക്കാരൻ അവനാന്ന് പറഞ്ഞു. ഉള്ളതിൽ ഒരു ചൊവ്വുള്ളത് അവൻ ആ പെരയ്ക്ക് തീ വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഹാനോക്ക് അപ്പൻ 962 കൊല്ലം ജീവിച്ചു, തൻ്റെ മകൻ 969 കൊല്ലം ജീവിച്ചു. പക്ഷേ ഹാനോക്ക് കുറച്ച് നാളെ ജീവിച്ചോളൂ. അതെന്താ കാരണം മറ്റൊന്നുമല്ല. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം, അന്നേരം സമയമാകും, അതിനെ ഒക്കുള്ളൂ. ദൈവത്തിന് മഹത്വം. ഹാനോക്ക് കുറഞ്ഞ കാലമേ ജീവിച്ചുള്ളൂ, പക്ഷെ ആ ജീവിച്ചിടത്തോളം കാലം കൂടുതലും ദൈവത്തോട് കൂടെ 300 കൊല്ലം നടന്നു. ഹാനോക്ക് പ്രവചിച്ചെന്നാ യൂദാ എഴുതിയിരിക്കുന്നത്. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? നിന്നെ അമേരിക്ക വിടുവെന്നും, നീ 3 നില വീട് പണിത് മണ്ടയിൽ നിന്ന് ഉലാത്തുവെന്നും, നിനക്ക് ഇമ്പാല കാറ് കിട്ടുമെന്നും, സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ മേടിക്കുമെന്നും, നീ BMW നിന്റെ വെമ്പളയായിട്ട് ഇങ്ങനെ കൊട്ടാരൊക്കെ കിഴക്കേത്തെരുവിൽ കൂടെ പറപ്പിക്കുന്ന ആത്മാവ്. കുഞ്ഞന്നമ്മയെ അതൊന്നും അല്ല പ്രവചിച്ചത്. സ്തോത്രം. അമ്മാമ്മ ന്യൂസിലൻഡ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട്. ഇന്നത്തെ പ്രവചനമല്ല അങ്ങനെയാണല്ലോ. കൂടുതലും ഭൗതികത്തെ ഊന്നൽ കൊടുത്തല്ലേ പ്രവചിക്കുന്നേ. സ്തോത്രം. നിങ്ങൾ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച ഇച്ചിരി കനവുള്ളവനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പ്രൊജക്റ്റുകൾ ഇവൻ നിന്ന് ചുമ്മാ ഇങ്ങനെ ഞെട്ടുക, വന്നവനും ഞെട്ടുക, കണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ ഞെട്ടിയിരിക്കുക ഇതെല്ലാം കണ്ട് അല്ലേ മകനെ. ഇപ്പോഴത്തെ ചില വിദ്വാന്മാരെ കണ്ടില്ലേ, പ്രൈസ് ദി ലോർഡ്, പിന്നെ ഇവര് മിണ്ടുകയല്ല. ഈ പാവം പിടിച്ച സഹോദരിമാർ അത് കണ്ട ഉടനെ ഇവന് നെഞ്ചു വലങ്ങിയതാണോ, ശ്വാസം മുട്ടിയതാണോ, എന്നതാണെന്ന് അറിയാം. അതുങ്ങളുടെ പിന്നെ അങ്ങ് അന്തരീക്ഷമല്ലേ. അപ്പൊ ഈ ഓർഗൻ വായിക്കുന്ന ഇവിടെ യേശാസ് ചെയ്യുന്നില്ല, പിന്നെ പിള്ളേർ അനക്കി കൊടുക്കും. നിങ്ങൾ കണ്ടിട്ട് ഇതെല്ലാം ട്രിക്കാന്ന്, ഇതൊന്നും ആത്മാവല്ല.
ഇതൊന്നും ദൈവാത്മാവും അല്ല. അതാണ് പറഞ്ഞത് അങ്ങേ നീ കിടന്ന് തുള്ളരുത്. ഇതൊക്കെ ഇവന്റെ ഓരോ കോഴ്സുകളാ. ഏനാടാ ഹാനോക്ക് പ്രവചിച്ചത് നിനക്ക് വണ്ടി കിട്ടുന്ന കാര്യവും വീട് വെക്കുന്ന കാര്യവും അമേരിക്ക പോകുന്ന കാര്യം പോകരുതെന്നല്ല, പേർഷ്യ പോകുന്ന കാര്യവും ഭൗതികം ഉണ്ടാക്കുന്ന കാര്യവും വസ്തു മേടിക്കുന്ന കാര്യവും അല്ല പ്രവചിച്ചത്. എന്തുവാ പ്രവചിച്ചത്? ഭക്തി കെട്ട് നടക്കുന്നവർക്കെതിരെ പ്രവചിച്ചു. സ്തോത്രം. പ്രമാണം വിട്ട് ഭക്തി കെട്ട് ഉപദേശം തെറ്റി വേർപാടിന്റെ ഉപദേശത്തെ താളടിയാക്കി പ്രമാണം വിട്ട് വഴിവിട്ട് ക്രമം കെട്ട് നടക്കുന്നവർക്കെതിരെ ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. അതാ പ്രവചിച്ചത്, അല്ലാതെ വണ്ടിയും വീടും മറ്റും കാറും കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം. ഭക്തി കെട്ട് നടക്കുന്ന ആ വ്യക്തി അതിലെ വായിച്ച് ആ 14 ഒന്നുകൂടെ വായിച്ച 14 മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ചാ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും ഇവനെയെല്ലാം ദൈവം വിധിക്കും. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും ആരാധനയ്ക്ക് വന്ന ഭക്തി ഉണ്ടോ? സഭായത്തിന് വരുമ്പോ മൊബൈലിൽ കളിച്ചിരിക്കുകയല്ലേ? ആരാധന നടക്കുമ്പോൾ നീ മൊബൈലിൽ പണിയുക, നിന്റെ അടിച്ചില്ല ദൈവം അടിച്ചു കിടക്കും. എടാ, ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നീ കുന്തളങ്ങ് മാറ്റി വെക്കാൻ നിന്റെ വല പോവോ? ആകെ 3 മണിക്കൂറല്ലേ ഉള്ളൂ. 3 മണിക്കൂർ ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോഴും നീ മൊബൈൽ. അയ്യോ, എനിക്ക് ഒത്തിരി പേരെ അറിയാം, ഇവിടെ ഇരുന്നോണ്ട് മെസ്സേജ് വിടുക. നിന്റെ ഭക്തി കെട്ട് നടക്കുകയാണ്. ആരാധനയ്ക്ക് വന്ന ഭക്തിയില്ല, ദൈവത്തെ ഭയമില്ല. സങ്കീർത്തനകാരൻ പറഞ്ഞത്, നിങ്ങളുള്ള ഭക്തിയോട് ഞാൻ നിന്നെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുന്ന ഭക്തിയോട്, ഭയത്തോട്, പരമാർത്ഥതയോട്, വിശുദ്ധിയോട്, വേർപാടോടും വേണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ചിലക്ക് തന്നെ കൈ കിട്ടുക, മിക്സിക്കകത്ത് അടിച്ചിട്ട് ജ്യൂസ് ആക്കി കുടിക്കാൻ. നീ ചോദിക്കുക ഇയാളെ ആരാ വിളിച്ചെന്ന്. ഒരു ഭക്തിയില്ല. ആരാധനയ്ക്ക് വന്ന ഭക്തിയില്ലല്ലോ. ആരാധനയ്ക്ക് വരുമ്പോഴല്ലേ വേറെ സൈഡ് ബിസിനസ്. എല്ലാവരും കൈയടിക്കുമ്പോൾ കൈയടിക്കത്തില്ലല്ലോ, പാടുമ്പോൾ പാടുകയല്ലോ. ആരാധിക്കുമ്പോൾ ഇപ്പൊ ചില വിവാഹ ശുശ്രൂഷ ചെന്നാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, കല്യാണം നടത്താനല്ലേ വന്നെ, ആരാധിക്കാനാണോ? ഈ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇപ്പോൾ കല്യാണത്തിന് ആരാധനയ്ക്കാണോ വന്നേ? എടാ, വിവാഹ ശുശ്രൂഷയ്ക്കും ശവസംസ്കാരത്തിനൊക്കെ പല നിലയിലുള്ള ആൾക്കാർ വരും. കുറ്റമല്ല, ചില പ്രത്യേക അന്തരീക്ഷത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനതിനെതിരല്ല. ഇതിപ്പോൾ അതൊരു എന്തുവാ അതിന് പറയുന്നേ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. എന്തോ ഫാഷൻ അല്ല, വേറൊരു പദമുണ്ട്. എന്തുവാ? ട്രെൻഡ് ഇരിക്കട്ടെ. ഈ കല്യാണത്തിന് ആരാധിക്കുന്ന ഒറ്റ ഒരുത്തൻ സഭായത്തിന് വന്ന് ആരാധിക്കത്തുമില്ല. അവിടെ കിടന്നാണ് ആരാധിക്കുന്നത്. കല്യാണത്തിന് വരുന്ന പല ആൾക്കാർ സഭായത്തിന് ഇരിക്കത്തില്ലല്ലോ, പിന്നല്ലേ ആരാധിക്കുന്നേ. അത് എൻ്റെ വിഷയമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തി കെട്ട കാര്യങ്ങൾക്കെതിരെ ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. അല്ലാതെ വണ്ടിയും വീടും മറ്റും കാറും ലോറിയും കിട്ടുന്നതല്ല പ്രവചിച്ചത്. ഭക്തി കെട്ട് നടക്കുന്നവർ, ഭക്തി കെട്ട പാപികൾ, അവൻ ക്രമം കെട്ടവർ, വഴിവിട്ടവർ, പ്രമാണം വിട്ടവർക്കെതിരെ ശക്തമായി ഹാനോക്ക് പ്രവചിച്ചു. അത് പ്രവചിച്ചപ്പം ഹാനോക്കിനെ 300 കൊല്ലം നടന്നു. 65-ാമത്തെ വയസ്സിൽ ചെറുക്കനുണ്ടായി. അപ്പന് 962 വർഷവും മകന് 969. പക്ഷേ അവന് 365 കൊല്ലമേ ജീവിച്ചുള്ള കാരണം പറയാം. ആ കാരണം തൻ്റെ സമകാലികനാകുന്ന ലാമക്കൊരിക്കൽ ഒരു കാര്യം പറഞ്ഞു. അത് വായിച്ചങ്ങ് നിർത്താം. 19-ാം വാക്യം വായിച്ചേ. 19, 4:19 ഉൽപ്പത്തി. അധികം പ്രസംഗിക്കില്ല. പുസ്തകം ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിരുന്നു. അവന്റെ ബ്രദർ യൂബാൽ. ആ കിന്നരവും വേണവും വായിക്കുന്ന തലതൊട്ടപ്പൻ സില്ല. തൂബൽ കൈയിനെ പ്രസവിച്ചവൻ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധമൊക്കെ തീർക്കുന്നവനാണ്. ഇവരുടെ പെങ്ങളുണ്ടായിരുന്ന നയമാ. അടുത്ത വാക്യം വായിച്ചു. ആദയും സില്ലയുമായുള്ളവേ. അപ്പൊ ലാമക്ക് തന്റെ ഭാര്യമാരോട് അങ്ങനെ പറ. ലാമെക്കിൻ ഭാര്യമാരെ. അല്ലല്ല, അതിന്റെ മേളിലൊരു വാക്യമുണ്ട്. ലാമെക്ക് തന്റെ ഭാര്യയോട് പറഞ്ഞത്. നന്നായിട്ട് വായിച്ചേ. ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്. മറ്റോള് വണങ്ങും ഒരാളെ പറഞ്ഞ ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്. ആ ഭാര്യമാർ വേറെ ആരും കേൾക്കാനില്ല, പെമ്പളെ കേൾക്കാനുള്ളൂ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. എന്റെ വാക്ക് വേറെ ആരും കേൾക്കാനില്ല, നിങ്ങൾ എന്റെ വാക്ക് കേൾപ്പി. എന്തുവാ വാക്ക്? ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവിത. ഭാര്യമാരോട് വീരസ്യം പറയുക. ഭാര്യമാരോട് എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും ഒരുത്തനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ എനിക്കൊരുത്തൻ മുറിവുണ്ടാക്കി, എനിക്കൊരുത്തൻ പരിക്കുണ്ടാക്കി. വ്യാഖ്യാനിക്കാൻ വേറെ വാക്യവും ചരിത്രവും കോർത്തിണക്കണം. ആ മുറിവും പരിക്കും വേറെ ആരുമല്ല ഉണ്ടാക്കിയത്, ഹാനോക്കാ ഉണ്ടാക്കിയത്. ഹാനോക്ക് ഇതിനെതിരെ ശക്തമായി പ്രസംഗിച്ചു, പ്രവചിച്ചു. അത് ലാമക്കിന് കൊണ്ടു.
ലാമക്കിന് കൊണ്ടു. ഇന്നും അങ്ങനല്ലേ? ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് കൊള്ളും. കൊണ്ടു കഴിയുമ്പോൾ പിന്നെ അടുത്ത നടപടി എന്നാ? ഇവനെ കൊല്ലും. ഇവനെ ഇനി ഒരൊറ്റ സ്ഥലത്ത് അങ്ങനല്ലേ പറഞ്ഞു. ലാമക്കിന് ഇത് കൊണ്ടു. കാരണം പിള്ളേർ വഴിവിട്ട് നടക്കുക, ഗുണ്ടായുസം, ചെമ്പ് ഇരുവം കൊണ്ട് ആയുധം, പിന്നെ കല സംസ്കാരം. ഓണക്കളിക്കുമൊക്കെ പോയി, സെറ്റ് സാരിയൊക്കെ, തിരുവാതിരയ്ക്കും പോയില്ലേ പെന്തിക്കോസുകാരി ചിലരെ? ഓണസദ്യ ഉണ്ടില്ലേ, ഉപ്പേരി, അമ്മ ശർക്കര പുരട്ടിക്ക് ശർക്കര പോരെന്നാ. കലയും സംസ്കാരവും ഒക്കെ പിള്ളേരെല്ലാത്തിനും ഉണ്ട്. ഡാൻസ്, കുച്ചിപ്പുടി. എന്നിട്ടിപ്പോ കൺവെൻഷൻ രാജാ വരെ കുച്ചിപ്പിടിച്ച് പിടിച്ച് നീ ഉച്ചി പിടിക്കും. മുഴുവൻ വഴിവിട്ടെന്ന്, ക്രമം കെട്ട് വഴിവിട്ട് പിള്ളേരും ലാമക്കും പ്രമാണം വിട്ട് ഗുണ്ടായുസം, ഇരുമ്പും ചെമ്പും ആയുധം. സഭായത്തിന് വരുന്നത് അങ്ങനെ ആണല്ലോ. മുളക് പൊടി, ഇടികാട്ട, നെഞ്ചൊക്കെ, വടിവാള്. ഒരുത്തൻ കത്തിക്ക് കുത്തി, ഒരുത്തൻ തല്ലി. നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല. തല്ലുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി എന്നെ അറിയാനാ. പക്ഷേ അന്ന് കൊണ്ട് അടി ഞാൻ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ബേബിക്കാ കൊണ്ടത്. ബേബി അതേ പിന്നെ ഇങ്ങനെ നടക്കുന്ന സഭായത്തിന്. ഇവനെല്ലാം വഴിവിട്ട് ക്രമം കെട്ട് നടക്കുന്നത് ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. ആ പ്രവചിച്ച വിഷയം ലാമക്കിന് കൊണ്ടു. ഇവ പറഞ്ഞു, എനിക്ക് മുറിവുണ്ടാക്കി, എനിക്ക് പരിക്കുണ്ടാക്കി, അതുകൊണ്ട് എനിക്ക് പരിക്കുണ്ടാക്കിയ, എനിക്ക് മുറിവുണ്ടാക്കിയവനെ ഞാൻ കൊല്ലും. യവനെ ഞാൻ കൊല്ലും. കൊല്ലാൻ ഒത്തിരി സാധ്യത കൊണ്ട് പിള്ളേര് ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ട് ആയുധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനല്ലേ കൊല്ലുന്നേ? ചിലപ്പത്തില് എനിക്ക് പോലീസ് അധികാരികളെ പിടിയുണ്ട്, MLA എൻ്റെ ആളാ, MP എൻ്റെ വകപ്പെട്ട ആളാ, മന്ത്രിതലത്തിലും എനിക്ക് പിടിയുണ്ട്, പിന്നെ എൻ്റെ പിള്ളേരുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. എൻ്റെ പിള്ളേരെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരാ. ഞങ്ങൾ നിരൂപിച്ചാൽ എന്തും നടക്കും. ഇവനെ ഞാൻ കൊല്ലും. അത് ഹാനോക്ക് അറിഞ്ഞില്ല, സ്വർഗം അറിഞ്ഞു. സ്വർഗം ഇതറിഞ്ഞു. ഇവൻ പറഞ്ഞു, ഒരുത്തനെ ഞാൻ കൊല്ലും, മറ്റാരുമല്ല ഹാനോക്കിനെ കൊല്ലും. അത് സ്വർഗം അറിഞ്ഞു. നിനക്ക് വിരോധമായിട്ട് ആയുധം ഉണ്ടാകും, നിനക്ക് വിരോധമായി തന്ത്രങ്ങൾ മെനയും. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ വകവരുത്തുവാൻ, കൊല്ലുവാൻ ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ചഞ്ചലിക്കരുത്, നീ തകർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. തന്റെ കുറുപ്രാവിന്, ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിക്കത്തില്ല. ഒരു കാര്യം എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹപടന്മാരുമായ ദൈവദാസന്മാരോട് ഞാൻ പറയാം, നീ ഈ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, ഈ വേർപാട് ഉപദേശത്തിന് വേണ്ടി നിന്നാൽ, ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ലാമക്ക് സകല തന്ത്രങ്ങളും ഹാനോക്കിനെ കൊല്ലാൻ. ഇവനെ ഞാൻ കൊല്ലും, മുറിവ് വരുത്തി അവനെ തട്ടും. സ്വർഗം ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് വിസ്തരിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. ഹാനോക്കും ദൈവം കൂടെ 300 കൊല്ലമായിട്ട് നടക്കുക. ഇങ്ങനെ ഹാനോക്ക് അറിയുന്നില്ല മറ്റവൻ കുരുക്കൊപ്പിച്ച് വെച്ചേക്കുന്നേ. മറ്റവൻ കുരുക്കൊപ്പിച്ചത് ഹാനോക്ക് അറിയുന്നില്ല, പക്ഷേ ദൈവം തമ്പുരാൻ അറിയുക. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭാഷ പറയുക, ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, മോനെ ഹാനോക്കെ, നമ്മളിപ്പോൾ എത്ര നാൾ കൊണ്ട് നടക്കുക? 300 കൊല്ലമായിട്ട് നടക്കുക. ഇനി നടക്കണ്ട. അയ്യോ അതല്ല, നിന്നെ ഞാനങ്ങ് എടുക്കുക. പറഞ്ഞില്ലെങ്കിലും സൂചന ഇതാ, എടാ നിന്നെ തട്ടിക്കളയാൻ, നിന്നെ വകവരുത്തുവാൻ ലാമക്കും അവൻ്റെ പുത്രന്മാരും സകല സജ്ജീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്നെ ഞാൻ കൊടുക്കത്തില്ല, നിന്നെ ഞാൻ ചേർത്തണയ്ക്കാൻ പോകയാ. ഇന്ന് രാത്രി എൻ്റെ പ്രിയ കൊച്ചു സഹോദരന്മാരോട് പറയാ, ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള ഈ ലോകത്തിൽ നീ ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, നിനക്കും നിന്റെ കുടുംബത്തിനും, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെ സന്തതിക്കും ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. സമയമായതുകൊണ്ട് അങ്ങ് നിർത്തുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ആരും മൗനമായിരിക്കരുത്. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. PIPയിലെ സഹോദരന്മാരെ, വിശ്വസ്തയോടെ ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവ പ്രമാണത്തിൽ നടക്കുവാൻ, വിശ്വസ്തയോടെ കർത്താവിനെ ഭജിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ അവൻ വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാതെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നമ്മുടെ ആയുസ് മുഴുവൻ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ജീവനെ സമർപ്പിക്കുവാൻ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ജീസസ്. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീസസ്. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ച് പാടാം. അതിനെ നേരമുള്ള 2 ചരണങ്ങൾ. തകർക്കുന്ന രാജരാജൻ, സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ, നായകനായുള്ളത്
ചേർന്ന് കൈയടിച്ച് ഓ ജയം ജയം ഹല്ലേലൂയ ജയം 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 ഹല്ലേലൂയ യേശുനാഥ നാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിൽ കൈയടിച്ച് ചേർന്ന് ഓ രക്തം കൊണ്ടോ മുദ്രഹീന ഓ രക്തം കൊണ്ടോ മുദ്രഹീന കൂടാതെ ചൈതൽ കമലമടമല ഓ നാഗലന്റെ ഓ ഭൂതലം ഓ ജയം ജയം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഇവാലവ ചൈതൽ കമലമടമല ദിനി കമലമല യേശുനാഥ നാമത്തിലും ജയം എപ്പോഴും യേശുനാഥ നാമത്തിലും ജയം ജയം എപ്പോഴും കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട പ്രിയപ്പെട്ടവർക്കും ക്ഷണിച്ചവർക്കും നന്ദി. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ ക്ഷീണമുള്ളവർ എഴുന്നേക്കരുത്. നിങ്ങൾ അവിടെ ഇരുന്നോണം. എല്ലാവരോടും അല്ലി പറയുന്നത് ആരോഗ്യമുള്ളവർ ആക്കമുള്ളവർ ഒരു നിമിഷം എഴുന്നേറ്റുന്നുണ്ട്. ആ കരങ്ങൾ രണ്ടും ഒക്കുന്നെങ്കിൽ ഒന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങൾ വീശി ചേർന്ന് ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. കരം വീശി ഇന്നും കരമുയർത്തി തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ആദരണീയ കർത്തദാസന്മാർക്കും പത്തനാപുരം സെന്ററിലെ PIB അംഗങ്ങൾക്കും ചുമതലപ്പെട്ടവർക്കും എൻ്റെ സഹപടനാകുന്ന കർത്താവിൻ്റെ പേര് ഷിബിൻ മാത്യു അവർകളും അധ്യക്ഷനും എല്ലാവർക്കും ഗായക സംഘത്തിനും എല്ലാം നന്ദി. കർത്താവിൻ്റെ